പ്രപഞ്ചുണർന്നു. വൃക്ഷലതാനുകൾ പൂത്ത് തളിർത്ത് കായ്കനികളായി. പുഷ്പങ്ങൾ കുളിർത്തന്നിലിൽ ആലോലമാടി രസിക്കുന്നു. പക്ഷിമൃഗാദികൾ ജാത്യാദി വൈര്യം വെടിഞ്ഞ് അവരുടെ ഭാഷയിൽ സൗഹൃദം പങ്കിടുന്നു. തിരുവോണത്തെ വരവേൽക്കാൻ വീടും നാടും ഒരുങ്ങിക്കഴിഞ്ഞു. ഇവിടെയും ആഹ്ലാദത്തിന്റെ. പക്ഷേ ആ ഗ്രാമം മുഴുവൻ ആഘോഷിക്കുമ്പോൾ വയൽവാരത്ത് മാത്രം നിശബ്ദത. എന്തൊരു മൂകത. എന്തു പറ്റി? മണ്ണെണ്ണ വിളക്കിന്റെ റാന്തലിന്റെയും വെട്ടം. മാടനാശാനും സഹോദരനും മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്നു. കുട്ടിയമ്മയ്ക്ക് പ്രസവവേദന സമയമായിരിക്കും. പ്രസവത്തിന് സമയമായിരിക്കും അല്ലേ? അതായിരിക്കും. എല്ലാവരും അടക്കിപ്പിടിച്ച സംസാരം. അവിടം കഴിഞ്ഞു. 1855 ആഗസ്റ്റ് 28 കൊല്ലവർഷം 1031 ചതയം നക്ഷത്രം രാവിലെ 6:15 പുണ്യവതിയായ കുട്ടിയമ്മയ്ക്ക് ഒരാൺകുഞ്ഞ് ജനിച്ചു. പ്രപഞ്ച സത്യമുണർന്നു പ്രകാശപൂരിതമായി. കുട്ടിയമ്മയ്ക്കും നാടനാശാനും ശ്രീനാരായണൻ മർത്യരായി അവതരിച്ചു. ശ്രീ ഗുരുദേവൻ അവതരിച്ചു. അതികോമളനായ ഒരു കുഞ്ഞ്. 1000 സൂര്യൻ ഒന്നിച്ചൊരിച്ച പ്രഭ ആ കുഞ്ഞിൽ പ്രതിനിധിക്കുന്നു. ആ കുടുംബത്തിന് ആൺകുഞ്ഞിന്റെ സന്തോഷത്തായി എല്ലാവരും ഈശ്വരനും മനക്കലമ്മയ്ക്ക് നന്ദി പറഞ്ഞു. അമ്മയും കുഞ്ഞുമായുള്ള ബന്ധം ആ പുക്കിൾക്കൊടി മുറിച്ചു. കുഞ്ഞു കരഞ്ഞില്ല. ജനിക്കുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കരയും. പക്ഷേ ഇവിടെ ആ പുക്കിൾക്കൊടി മുറിച്ചു മാറ്റിയപ്പോൾ കുഞ്ഞ് കരഞ്ഞില്ല. കുട്ടിയമ്മ മോനെ, എന്റെ പൊന്നുമോനെ ചെയ്ത് പൊട്ടിക്കരയുന്നു. എന്റെ മോനെ എന്ത് പറ്റി? എന്റെ മോനെ എന്ത് പറ്റി? മുറ്റത്ത് നിന്ന് ഓടി വന്നു. എന്ത് പറ്റി ഏട്ട? കുഞ്ഞ് കരയുന്നില്ല. കൃഷ്ണമേദ്യൻ ചോദിച്ചു. കുട്ടിയമ്മേ, കുഞ്ഞിന് അനക്കമുണ്ടോ? ഉണ്ട്, കൃഷ്ണമേദ്യൻ പറഞ്ഞു. നിശബ്ദമായ ഒരു വിപ്ലവത്തിന്റെ തുടക്കമാണ് ഈ മൗനം. ലോക നന്മയ്ക്കായി പ്രവർത്തിക്കും ഈ കുമാരൻ. ലോകത്തിൽ ഒരു മഹാത്മാവായി തീരും. എല്ലാവർക്കും സന്തോഷമായി. കുട്ടിയമ്മയുടെ കുഞ്ഞിനെ കാണാൻ നാട്ടുകാരും വീട്ടുകാരും ബന്ധുമിത്രാദികളും ഓടിയെത്തി. കുഞ്ഞിനെ കണ്ട് അത്ഭുതപ്പെട്ടു. ആ കൺമണിയെ കണ്ടാൽ 1000 സൂര്യന്റെ തിളക്കം. ആ കൺമണിയെ കണ്ടാൽ 1000 സൂര്യന്റെ തിളക്കം. ആരും കണ്ടാൽ കൊതിക്കും 1000 മുത്തം നൽകാൻ. ആരും കണ്ടാൽ കൊതിക്കും 1000 മുത്തം നൽകാൻ. ആ തങ്കക്കുടത്തിനെ കണ്ടാൽ സ്വർണവർണ്ണ പ്രഭ, കരുണയാർന്ന കണ്ണുകൾ, ആ ചുണ്ടിൽ ആരെയും ആകർഷിക്കുന്ന പുഞ്ചിരി. കണ്ടിട്ടും മതി വരുന്നില്ല. നോക്കി നിൽക്കുന്നു ആ കുഞ്ഞിന്റെ സൗന്ദര്യവും അഴകിൽ. ആ അരിമത്തമായ മുഖം കണ്ടിട്ട് നോക്കി നിൽക്കാൻ തോന്നുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. ആ കുഞ്ഞിന് പേരിട്ടു നാരായണൻ. വാത്സല്യം കൊണ്ട് അമ്മാവന്മാരും അച്ഛനും അമ്മയും എല്ലാരും വിളിക്കും, നാണുമോനെ, നാണുകുട്ട. ദിവസങ്ങൾ കഴിഞ്ഞു.
നാണുക്കുട്ടന്റെ ജന്മനാൾ. ഇന്നല്ലോ കൂട്ടുകാരെ നാണുക്കുട്ടന്റെ തിരുനാൾ ദിവസം. ഇന്നല്ലോ കൂട്ടുകാരെ നാണുക്കുട്ടന്റെ തിരുനാൾ ദിവസം. പാടാം ആർപ്പുവിളിക്കാം, തുമ്പി തുള്ളാം കുരവയിടാം കൂട്ടുകാരെ. പാടാം ആർപ്പുവിളിക്കാം, തുമ്പി തുള്ളാം കുരവയിടാം കൂട്ടുകാരെ. നാണുക്കുട്ടന്റെ ജന്മനാൾ നാടും വീടും ആഘോഷത്തിൽ മുഴുകി. നാണുക്കുട്ടൻ നടന്നു തുടങ്ങി. കുട്ടിയമ്മ വെളുപ്പിനെ എഴുന്നേക്കും. കുളിയെല്ലാം കഴിഞ്ഞ് പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കും. ദേ ഉറക്കപ്പിച്ച് കണ്ണെല്ലാം തിരുമ്മി എഴുന്നേറ്റ് കണ്ണ് തിരുമ്മിക്കൊണ്ട് അമ്മയുടെ മടിയിൽ വന്നിരിക്കും. ഇതൊരു പതിവായിരുന്നു. ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. വളർന്നു വരും തോറും അമ്മയോടൊപ്പം മണക്കൽ ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകും. അമ്മ പുഷ്പങ്ങൾ പിച്ചുമ്പോൾ നാണുക്കുട്ടന്റെ കുരുന്ന് കൈകൊണ്ട് അമ്മയ്ക്ക് പുഷ്പങ്ങൾ നിർത്തി കൊടുക്കും. അങ്ങനെ നാളുകൾ കഴിഞ്ഞു. വയൽവാരത്ത് വീട്ടിൽ ഒരു പൂജാമുറി ഉണ്ട്. നാണുക്കുട്ടന് വലിയ ഇഷ്ടമാണ്. ആരും കാണാതെ പയ്യെ ചെല്ലും. അവിടെ ഇരിക്കുന്ന പ്രസാദങ്ങളെല്ലാം ഇവിടെ തന്നെ കഴിക്കും. മോനെ നാണു, നീ എന്താ കാട്ടിയത്? എന്താ അമ്മേ? മോനെ, ഇത് ഈശ്വരന് വെച്ചിരുന്നല്ലേ, ഭഗവാന് കൊടുക്കുന്നതിന് മുമ്പ് കഴിക്കാൻ പാടുണ്ടോ? എന്താ അമ്മേ അങ്ങനെ ചെയ്താ? അതെ, അങ്ങനെ ചെയ്താൽ ദൈവം മോനോട് പിണങ്ങും. ഇല്ലമ്മേ, ദൈവം എന്നോട് പിണങ്ങില്ല. ഞാൻ കഴിച്ചപ്പോഴേ ദൈവത്തിന് വലിയ ഇഷ്ടമായി, വലിയ സന്തോഷമായി. ആ കുഞ്ഞു വായിന്ന് വിട്ട ആ വാക്കൽ കേട്ട അമ്മ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് മാറോട് ചേർത്തു ആയിരം മുത്തം നൽകി. മാറോട് ചേർത്തു നൽകിയിൽ ആയിരം മുത്തം നൽകി. നാണുക്കുട്ടൻ അമ്മയുടെ കവിളിൽ ഓമനമുത്തം നൽകി. നാണുക്കുട്ടൻ അമ്മയുടെ കവിളിൽ ഓമനമുത്തം നൽകി. ഓമനമുത്തം നൽകി.